ഒരു സഹോദരി ചോദിക്കുകയാണ്, അവരെ വാപ്പ കൊടുത്ത കുറച്ച് സ്വർണം, ഇവരെ സ്വർണം തന്നെയാണല്ലോ. അപ്പോൾ ഇവരെ ഭർത്താവ് കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൽ ഈ ഭാര്യയുടെ സ്വർണം കൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വാങ്ങുന്ന സമയത്ത് കുറച്ച് പലിശക്ക് എന്ത് ചെയ്തിരുന്നു, പണം വാങ്ങിയിട്ടുണ്ട്. ഇതിൽ അത് മിക്സായി. പിന്നീട് അത് കാലങ്ങളെടുത്ത് അത് തീർത്തു. ഇപ്പോൾ ആ സ്ഥലം അതേ നിലവിൽ തന്നെ ഉണ്ട്. ഇനി ഒരിക്കലും ആ സ്ഥലം എന്ത് ചെയ്യുന്നില്ല, കുറച്ച് സ്ഥലം വാങ്ങുക ചെയ്തത് ഈ പണമൊക്കെ ഉപയോഗിച്ചിട്ട്. ഇനി ആ സ്ഥലമൊന്നും വിൽക്കില്ല, എന്തായാലും ഇവരെ പേരിൽ തന്നെയാണ്, ഭാര്യൻ്റെ ഭർത്താവിൻ്റെ പേരിൽ തന്നെയാണ്. അപ്പോൾ ഈ സ്ത്രീക്ക് ഒരു സംശയമുള്ളത്, ഇതിലിപ്പോൾ ലോണിൻ്റെ അംശം ഉണ്ടല്ലോ, കുറച്ച് ലോൺ വാങ്ങിയിട്ടാണല്ലോ, പിന്നെ എന്താ വീട്ടിലിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് ഉണ്ടല്ലോ. അപ്പോൾ അത് ഹറാമാണോ, പിന്നെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അവരെ. നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് പലിശക്ക് ലോൺ എടുക്കുക എന്നുള്ളത്. അതവർ ചെയ്ത് കഴിഞ്ഞു, അവർ പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്ത് കഴിയുമ്പോൾ അതിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം, അതായത് ഇപ്പോൾ ഒരു 10,000 റുപ്യ ഹറാമായതുണ്ടെങ്കിൽ ആ ഹറാമായ തുക എന്ത് ചെയ്യണം, നമ്മൾ ഒഴിവാക്കണം. അത് ആർക്കച്ച കൊടുത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ദേഹത്ത് നിന്ന് വിടണം. അതല്ല നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഉള്ളതെങ്കിൽ നമ്മൾ അള്ളാഹുവോട് ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം, പശ്ചാത്തപിക്കണം. പിന്നെ ലോൺ എടുക്കാൻ പാടില്ലെങ്കിലും ലോൺ എടുത്ത സംഖ്യ എന്താണ്, സ്വാഭാവികമായിട്ട് അവരുടെയാണ്. അവർ പലിശ അങ്ങോട്ടേക്ക് അടക്കുകയാണ് ചെയ്യുന്നത്. എടുത്ത പലിശ അല്ലല്ലോ, അത് നമ്മൾ കടമായിട്ട് എടുത്തത്. പിന്നെ നമ്മൾ അടക്കുന്ന പൈസയാണെന്ത്, പലിശയായിട്ടുള്ളത്. അപ്പോൾ ഇതിലെന്തായിരുന്നാലും ഒരു തകരാറ് നമുക്ക് സൂചിപ്പിക്കാൻ പറ്റൂല. ലോൺ എടുത്തു, പലിശക്ക് പണമെടുത്തു എന്നൊരു തെറ്റ് മാത്രമാണ് അവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അതിനവർ അള്ളാഹുവോട് പശ്ചാത്തപിച്ച് മടങ്ങുക എന്നുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനാണ്, കാരണം ഇതിപ്പോൾ എന്നും ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഉറപ്പാണല്ലോ തെറ്റ് ചെയ്യേണ്ടതിൻ്റെ ടെൻഷനാണ്. അതാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, തെറ്റ് മനസ്സിലുണ്ടാകുന്ന മനസ്സിലൊരു ചൊറിച്ചിലുണ്ടായിക്കൊണ്ട്. അപ്പോൾ പരമാവധി അതൊക്കെ ആവർത്തിക്കാതിരിക്കുക, ചെയ്യാതെ